ഹായ് ഗേസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ തിരുവചനം ബൈബിളിൽ പറയുന്നത് ഇങ്ങനെ: എൻ്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളമെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ അത് എനിക്ക് തന്നെയാണ് തരുന്നതെന്നാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് നിസ്വാർത്ഥരായി, സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നവരായി നമുക്ക് ജീവിക്കാം. പിതാവേ പിതാവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് എനിക്ക് സ്വീകാര്യനെന്നാണ് ദൈവം പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യരായി മാറുന്നത്? നമ്മൾ നിസ്വാർത്ഥരായി, സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ കൂടി നമ്മോടൊപ്പം ചേർത്ത് നിർത്തുമ്പോഴാണ് നാം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക. അത് എങ്ങനെ, ഏത് വിധത്തിലെന്ന് അവരവർക്ക് കിട്ടിയ ഓരോ ജീവിത സാഹചര്യങ്ങൾ അറിഞ്ഞ് ആ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയണം. സ്നേഹമുള്ളവരെ, എനിക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ആയിരക്കണക്കിന് പിള്ളേരെ ലാബ് ട്രെയിനിങ് കൊടുക്കാനും അവരുടെ ഒരു ജീവിത വഴിത്താരയിൽ അവർക്കൊരു താങ്ങും തണലുമായി കൂടെ നിൽക്കുവാനും സാധിച്ചതിൽ എനിക്ക് ഒത്തിരി കൃതജ്ഞത ദൈവത്തോട് ഞാൻ സമർപ്പിക്കുന്നു. കാരണം എന്നിലൂടെ ഒരു വ്യക്തിയെങ്കിലും ഒരു നന്മയിലേക്ക് എത്താൻ സാധിച്ചുവെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഒത്തിരി പിള്ളേരെ ഈ പ്രായത്തിനോടിടയിൽ ഒത്തിരി കുഞ്ഞുങ്ങളെ ട്രെയിനിങ് കൊടുത്ത് അവരുടെ ഒരു വഴി തുറന്നു കൊടുക്കാൻ സാധിച്ചതിന് ഞാൻ ദൈവത്തിനോട് എന്നും നന്ദി പറയാറുണ്ട്. അതുപോലെ സ്നേഹമുള്ളവരെ, നമുക്ക് കിട്ടിയ നന്മ നമ്മിൽ തന്നെ അത് വയ്ക്കാതെ നാം മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കണം, അവരെ കൂടി ജീവിക്കാൻ അനുവദിക്കണം. അപ്പോഴാണ് നമ്മൾ ദൈവസന്നിധിയിൽ നിസ്വാർത്ഥരായി, സ്വാർത്ഥതയില്ലാത്തവരായി തീരുന്നത്. നമുക്ക് കിട്ടിയ താലന്തുകളെ നമുക്ക് അനുദിനം വർദ്ധിപ്പിക്കണം. ഒരു താലന്ത് കിട്ടിയവൻ അത് ആർക്കും ഉപകാരമില്ലാതെ കുഴിച്ചിട്ട പോലെ നമുക്ക് അങ്ങനെ ചെയ്യാതെ നമുക്ക് ദൈവം അനേകം താലന്തുകൾ, അനേകം കഴിവുകൾ തന്നിട്ടുണ്ട്. ആ കഴിവുകളെ നമ്മൾ വികസിപ്പിക്കുകയും അത് മറ്റുള്ളവർക്ക് കൂടി സഹായമാകുന്ന തരത്തിൽ നമ്മളതിനെ കാണുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം വിലയുള്ളതായി തീരുന്നത്. നമുക്ക് പരസ്പരം സ്നേഹിക്കാം. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിക്കാം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി മാറാൻ നമുക്ക് ശ്രമിക്കാം. ആരും പരിപൂർണരല്ല, എന്നാൽ അവരവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാം, ആ രീതിയിലെല്ലാം സഹായിക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ നാം വിലയുള്ളവരായി തീരുന്നത്. ഓരോ ദിവസവും ദൈവവചനത്തിലൂടെ നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളോടൊപ്പമായിരിക്കുവാൻ ദൈവം തന്ന വലിയ ഈ കൃപാവരത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല സഹോദരരെ. നമ്മുടെ ജീവിതം നന്ദിയുടെ ഒരു ജീവിതമായിരിക്കണം. കാരണം ദൈവം തന്ന താലന്തുകൾ വർദ്ധിപ്പിക്കുവാൻ കഴിവുള്ളവരാണ് നമ്മൾ വിവേകമുള്ളവരായി വർത്തിക്കണം. 10 കന്യകകളുടെ ഉപമ ബൈബിളിൽ പറയുന്നുണ്ട്. 10 കന്യകമാരിൽ 5 പേർ വിവേകമതികളും 5 പേർ വിവേകശൂന്യകളുമായിരുന്നു. വിവേകവതികൾ അവർ എണ്ണ കരുതിയിരുന്നു. എന്നാൽ എണ്ണ കരുതിയിരുന്നു എന്ന് പറയുന്നതിനർത്ഥം നമ്മുടെ ജീവിതം, നമുക്ക് ദൈവം തന്ന ജീവിതത്തിലെ നന്മകൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും മറ്റുള്ളവരെ കൂടി നമ്മളിലേക്ക് അടുപ്പിച്ച് നിർത്തുവാനും മറ്റുള്ളവർക്കൊരു ജീവിത മാതൃകയായി തീരാനും എല്ലാം നമ്മൾ വിവേകമുള്ളവരായിരിക്കണം. വിവേകശൂന്യങ്ങളെ പോലെ പെരുമാറരുത്. കാരണം ദൈവം തന്ന താലന്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ മാത്രമാണ് ആ കാര്യസ്ഥൻ പറഞ്ഞതുപോലെ, ഇന്നു മുതൽ നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കുമെന്ന് ദൈവം പറഞ്ഞതുപോലെ നമുക്കും നമ്മുടെ കഴിവുകളനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മൾ വിലപ്പെട്ടവരായി മാറുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എൽസി ജോസ്. ഹാവ് എ നൈസ് ഡേ.